ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. അതിന് നമുക്ക് ചിക്കൻ മുറിച്ച് കഴുകി വൃത്തിയാക്കിയത് 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതിനി മസാല പുരട്ടി നമുക്ക് മാറ്റി വയ്ക്കാം. മസാല പുരട്ടാൻ നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഗാർലിക്ക്, 1/2 ടീസ്പൂൺ ജിഞ്ചർ, ഒരു 1/2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇട്ട് യോജിപ്പിക്കാം. മസാല ഇപ്പോൾ എല്ലായിടത്തുമായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 20-30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് മസാല ഉണ്ടാക്കാം. ഇതിൽ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. റെഡ് കളറ് വേണമെങ്കിൽ ചേർക്കാം. മസാലയിലേക്ക് പോവാം. ഇത് മസാല ഉണ്ടാക്കാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമുള്ള ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഒരു 3 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും, 1/2 ടീസ്പൂൺ പച്ചമുളക് പേസ്റ്റ് ഇട്ട് നന്നായി വഴറ്റുക. ഏകദേശം ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 സവാള സ്ക്വയർ ടൈപ്പ് ആക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റാം. ഒന്ന് ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് ഒന്ന് വഴറ്റാം. കുറച്ച് മല്ലിയില, ഇതിന് ആവശ്യമുള്ള ഉപ്പും ചേർക്കുക. ഇത് ഉള്ളി നന്നായി വഴയൊന്നും വേണ്ട, ഒന്ന് കടിക്കാൻ പാകത്തിന്, ഒന്ന് പകുതി വേവായാൽ മതി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് വയ്ക്കുക. ഇനി ഇതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു 3 ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒഴിക്കുക.
വേണമെങ്കിൽ സോയാ സോസ് ഉപയോഗിക്കാം. ഞാനിതിൽ സോയാ സോസ് ഉപയോഗിക്കുന്നില്ല. ഞാൻ സോയാ സോസിൻ്റെ ഉപയോഗം കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ സോയാ സോസ് ഉപയോഗിക്കാം. ഏകദേശം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. ഇനി വേറൊരു പാൻ എടുത്ത് അതിൽ നമുക്ക് ചിക്കൻ വറുക്കാനുള്ള ഓയിൽ ഒഴിക്കാം. ചിക്കൻ വേവിക്കാനുള്ള ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി അത് മറിച്ചിട്ടിട്ട് വേവിക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ മസാലയിലേക്ക് ഇടാം. ഈ മസാലയും ചിക്കനും കൂടിയിട്ട് നന്നായി യോജിപ്പിക്കുക. ചെറു തീയിൽ മതി, ചെറിയ തീ മതി. അധികം ഇതാക്കി കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കും. ചെറിയ തീയിൽ ചൂടാക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വയ്ക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിലെടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റണം, അല്ലെങ്കിൽ കട്ടാവും. കുറച്ച് തിക്ക് കിട്ടാനാണത്, ഒന്നുകൂടി തിക്ക് കിട്ടാനാണ്. അതിലേക്ക് ഇനി കുറച്ച് മല്ലിയില, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടിട്ട് കൂടി ഇളക്കുക. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ചില്ലി ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.